നമസ്കാരം, വെൽക്കം ടു ഐഷൂസ് ഡാൻസ് സ്റ്റുഡിയോ. ഞാൻ ഐശ്വര്യ ദിലീപ്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളേവരും ചോദിക്കാറുള്ള, എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന നവരസത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ നവരസങ്ങൾ ഏതൊക്കെയാണ്, അത് എങ്ങനെയാണ്, എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാം. രസം, നവരസങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. എല്ലാവരും ഒത്തിരി റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് നവരസം ചെയ്യോ എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നാട്യശാസ്ത്ര പ്രകാരം നമുക്ക് 8 രസങ്ങളേ ഉള്ളൂ, അഷ്ടരസമാണ്. ഓക്കെ, അപ്പോൾ അതേതൊക്കെയാണെന്ന് വെച്ചാൽ ശൃംഗാരഹാസ്യ കരുണ, രൗദ്രവീര ഭയാനക, ബീഭത്സ അദ്ഭുത, ഇങ്ങനെ 8 രസങ്ങളാണ് നാട്യശാസ്ത്രത്തിൽ പറയപ്പെട്ടിരിക്കുന്നത്. അതിന് ശേഷമാണ് ശാന്തം എന്നൊരു രസം പിന്നീടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 9 രസങ്ങളും അതിന് അതിൻ്റേതായ സ്ഥായി ഭാവങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. സ്ഥായി ഭാവം, വിഭാവം, അനുഭാവം, പിന്നെ ഓരോ രസങ്ങൾക്കും ഓരോ നിറങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓരോ ഡൈറ്റീസ് ഉണ്ട്, ഓരോ ദേവതകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്ന് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഇതാക്കാം. പിന്നെ രസങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്നത് ശൃംഗാരമാണ്, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ശൃംഗാരം എന്ന് പറയുന്നതിന് വളരെയധികം പ്രസക്തിയുണ്ട്. നമ്മുടെ ഇങ്ങനെയുള്ള ഡാൻസ് ഫോമിൽ ഏത് സ്റ്റൈലാണെങ്കിലും ശൃംഗാരം എന്ന് പറയുന്നത് ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്, ഒരു രസമാണ് മറ്റുള്ള രസങ്ങളെ അപേക്ഷിച്ച്. എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാലും രസങ്ങളുടെ രാജാവെന്ന് പറയുന്ന പോലെ തന്നെ അതിന് കുറച്ച് പ്രാധാന്യം കൂടുതലാണ്. കാരണം നമ്മൾ കൂടുതലും ചെയ്യുന്ന ഹീറോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, സിറ്റുവേഷൻസ് ഓരോന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് ഈ പറയുന്ന പോലെ ശൃംഗാരമാണ്. അതിലൂടെയാണ് ബാക്കിയുള്ള രസങ്ങളും ഭാവങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ അതിനാണ് കുറച്ച് ഒരു മേജർ ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ശൃംഗാരം തന്നെ 2 രീതിയിലുണ്ട്. വിപ്രലംബ ശൃംഗാര, സംഭോഗ ശൃംഗാര. അപ്പോൾ അത് 2 ടൈപ്പ് ഇതാണ് വരുന്നത്. ഇപ്പോൾ വിപ്രലംബ എന്ന് പറയുമ്പോൾ ലവ് ഇൻ സെപ്പറേഷൻ, 2 പേരും അകന്നിരിക്കുമ്പോഴുള്ള സിറ്റുവേഷനിലാണ് നായകനും നായികയും. അതുപോലെ സംഭോഗ ശൃംഗാര, ലവ് ഇൻ യൂണിയൻ, അവർ 2 പേരും ഒരുമിച്ചുണ്ടാവുമ്പോൾ, അങ്ങനെ 2 രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞ നവരസങ്ങളുടെ ഓരോ രസങ്ങൾക്കും അതിൻ്റേതായ സ്ഥായി ഭാവങ്ങളുണ്ട് പറഞ്ഞു. അപ്പോൾ ശൃംഗാരം, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ശൃംഗാരം എന്ന് പറയുന്നത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഒരു നായകനെ കാണുന്ന സമയത്താണെങ്കിൽ നമ്മൾ അങ്ങനെ പല രീതിയിൽ വരും. ഇപ്പോൾ ചെറിയൊരു രീതിയിൽ ശൃംഗാരം എങ്ങനെ ഒരു ഡെമോ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ നായകനെ കാണുമ്പോഴുള്ള ആ ഒരു ഫീൽ. അതുപോലെ തന്നെ ശൃംഗാരം ഹാസ്യം എന്ന് പറയുമ്പോൾ എന്താണ്, ലാഫർ, കുറച്ചൊരു പരിഹാസ രൂപേണയുള്ള ചിരിയും കാര്യങ്ങളൊക്കെ. അതുപോലെ കരുണം, ഇപ്പം നമ്മൾ അറിയാം കരുണ ചെയ്യുവാനെന്ത് താമസം കൃഷ്ണ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെന്താ ആ കരുണ, ആ ഒരു ശോകാവസ്ഥ അല്ലേ, നമ്മളെപ്പോഴും പ്ലീസ് ചെയ്യുന്ന അല്ലെ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത്, കരുണയും കാണിക്കണം എന്ന് പറയുന്ന സമയത്തൊക്കെ നമുക്ക് ചെയ്യുന്ന കരുണ. അപ്പോൾ ശൃംഗാര, ഹാസ്യ, കരുണ. ഇനി അടുത്തത് രൗദ്രം, അസുരനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് വരുന്ന രൗദ്രം. വീരം എന്ന് പറയുമ്പോൾ രാജാക്കന്മാർ അല്ലെങ്കിൽ ഇന്ദ്രൻ, അതുപോലെയുള്ള അങ്ങനെ ദേവന്മാർ, രാജാക്കന്മാർക്കൊക്കെ നമ്മൾ വീരഭാവമാണ് ചെയ്യാം. ഇപ്പോൾ ദേവന്മാർ ചെയ്യുവാണെങ്കിൽ, അതുപോലെ രാജാവെന്ന് ചെയ്യുവാണെങ്കിലും ആ ഒരു ഫീൽ, ഒരു എല്ലാത്തിലും എന്താ പറയുക, ഒരു ഉത്സാഹം. അതിൻ്റെ സ്ഥായി ഭാവം എന്ന് പറയുന്നത് ഉത്സാഹമാണ്, ഒരു എല്ലാത്തിലുള്ളൊരു ഉത്സാഹം. അതുപോലെ തന്നെ അടുത്തത് ഭയാനകം.
എല്ലാത്തിലും ആ ഒരു പേടി, ഫ്യൂരിയസ്. അതുപോലെ തന്നെ അടുത്തത് ബീഭത്സം. ഒരു എന്തെങ്കിലും കാണുമ്പോൾ നമുക്കതിനോടൊരു ഇഷ്ടക്കേട്, അല്ലെങ്കിൽ ഒരു ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ആണ് നമ്മൾ കാണുന്നതെങ്കിൽ ആ സമയത്ത് നമുക്ക് എങ്ങനെയാണ്? ആ ഒരു അസഹനീയമാണ്, നമുക്ക് കാണാൻ പറ്റാത്ത ഒരു, അത്രയും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം കാണുന്നത്, ഒരു വെറുപ്പ്, അതിനോടൊരു വെറുപ്പ് തോന്നുന്ന സമയത്തൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എപ്പോൾ ചെയ്യുന്നു അത് നമ്മൾ കാണുമ്പോൾ പിന്നെ നമ്മുടെ അടുത്ത് കൊണ്ടുവരേണ്ട ചില കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ അയ്യോ അതിൻ്റെ അടുത്ത് കൊണ്ടുവരണം അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ബീഭത്സ. അടുത്തതായി അത്ഭുതമാണ്. വിസ്മയം. നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് വണ്ടർ, ആ ഒരു ഫീലാണ് അല്ലേ, അത്ഭുതം. അതുപോലെ തന്നെ 9ാമതായിട്ടുള്ള രസം ശാന്തം. എല്ലാം ഒരു ഈക്വലായിട്ട്, പ്രത്യേകിച്ച് നമുക്ക് ഒരു ഭാവങ്ങളും ഇല്ലാതെ സമത്തിൽ നിൽക്കുന്നത്, ഈക്വലായിട്ടിരിക്കുന്നതാണ് ഈ ശാന്തരസ. ഓരോ രസങ്ങൾക്കും അതിൻ്റേതായ സ്ഥായി ഭാവവും കളറും ഓരോ ഡൈറ്റീസ്, ദേവതകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ശൃംഗാരത്തിൻ്റെ സ്ഥായി ഭാവം രതി. അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഗ്രീനാണ്. അത് ഈ കഥകളിയൊക്കെ ചെയ്യുമ്പോൾ കാണാം അവരുടെ കോസ്റ്റ്യൂം, ശ്രീകൃഷ്ണനാണെന്നുണ്ടെങ്കിലൊക്കെ ഓരോ ഇതിനനുസരിച്ചിട്ട് അവരുടെ ക്യാരക്ടർ അനുസരിച്ച് അവരുടെ ഭാവം അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ അതുപോലെയാണ് ഇവിടെ ശൃംഗാരത്തിനാണെങ്കിൽ ഗ്രീനാണ് കളറ്. ഡൈറ്റി വരുന്നത് ലോർഡ് വിഷ്ണു. അതുപോലെ ഹാസ്യം, ഹാസ്യത്തിൻ്റെ സ്ഥായി ഭാവം ഹസ. ആൻഡ് അതിൻ്റെ ഇത് കളറ് വരുന്നത് വൈറ്റാണ്. അതുപോലെ ഡൈറ്റി വരുന്നത് പ്രമദ. പ്രമദ എന്ന് പറയുന്നത് ഈ ശിവൻ്റെ, ലോർഡ് ശിവൻ്റെ അറ്റൻഡേഴ്സാണ് പ്രമദ. അതുപോലെ തന്നെ 3ാമത് കരുണ. കരുണ രസത്തിൻ്റെ സ്ഥായി ഭാവം ശോകം. അതുപോലെ അതിൻ്റെ ഡൈറ്റി വരുന്നത് യമനാണ്. അതുപോലെ തന്നെ അതിൻ്റെ കളറ് ഗ്രേ ആണ്. അടുത്തത് രൗദ്ര. രൗദ്രം എന്ന് പറയുമ്പോഴേ നമുക്കറിയാം രുദ്ര ദേവിയാണ്. അതിൻ്റെ കളറ് വരുമ്പോൾ റെഡ്. അതുപോലെ തന്നെ അതിൻ്റെ സ്ഥായി ഭാവം ക്രോധമാണ്, ദേഷ്യം, ക്രോധം. അതുപോലെ വീരം. വീരത്തിൻ്റെ സ്ഥായി ഭാവം ഉത്സാഹം. അതുപോലെ അതിൻ്റെ ഡൈറ്റി വരുന്നത് ഇന്ദ്രനാണ്. അതിൻ്റെ കളർ വന്നിട്ട് ലൈറ്റ് ബ്രൗൺ ആണ്. അതുപോലെ തന്നെ ഭയാനകം. ഭയാനകത്തിൻ്റെ ഡൈറ്റി വന്നിട്ട് കാലനാണ്. കളറ് ബ്ലാക്കാണ്. അതിൻ്റെ സ്ഥായി ഭാവം ഭയം. അതുപോലെ ബീഭത്സ. ബീഭത്സത്തിൻ്റെ സ്ഥായി ഭാവം ജുഗുപ്സയാണ്. ഡൈറ്റി വരുന്നത് ശിവനാണ്. അതുപോലെ അതിൻ്റെ നിറം ബ്ലൂ ആണ്. ഇനി അത്ഭുതം. അത്ഭുതം സ്ഥായി ഭാവം വിസ്മയം. അതിൻ്റെ ഡൈറ്റി വരുന്നത് ബ്രഹ്മാവാണ്. നിറം യെല്ലോ. അതുപോലെ ലാസ്റ്റ് ശാന്തരസ. അതിൻ്റെ സമമാണ്, സ്ഥായി ഭാവം സമമാണ്, ഈക്വൽ. അതുപോലെ തന്നെ അതിന് ഡൈറ്റി ആയിട്ട് നമ്മൾ പറയുന്നത് ബുദ്ധനെയാണ്. അതിൻ്റെ നിറം വൈറ്റാണ്. ഇങ്ങനെ ഓരോ രസങ്ങൾക്കും അതിൻ്റേതായ സ്ഥായി ഭാവങ്ങളും അതുപോലെ തന്നെ ഡൈറ്റീസ്, കളേഴ്സ്, അതുപോലെ തന്നെ ഇനി വിഭാവങ്ങളും അനുഭാവങ്ങളും ഒക്കെ ഉണ്ട്. അതെന്ന് പറയുമ്പോൾ ഓരോ ഇതിനും അതിൻ്റെ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് വരിക, അതിൽ നിന്നുണ്ടാകുന്ന കോൺസിക്വൻസ് എന്താണ് എന്നുള്ളതൊക്കെ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ. അപ്പോൾ മെയിനായിട്ട് വരേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ നവരസങ്ങൾ ഏതൊക്കെയാണെന്നും നാട്യശാസ്ത്രത്തിൽ 8 പറയുന്നുള്ളൂ. അതിനുശേഷമാണ് ശാന്തം എന്നുള്ളത് വന്നതെന്നും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ആ ഓരോ രസങ്ങളുടെ സ്ഥായി ഭാവവും അതിൻ്റെ നിറവും അതുപോലെ അതിൻ്റെ ദേവതകളും ആരൊക്കെയാണ് എന്താണെന്നൊക്കെ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നവരസത്തെ പറ്റി നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഭാവ, രസ ഇതൊക്കെ എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്കിതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളത് നിങ്ങളുടെ കളിക്കുന്ന ഏതൊരു ഐറ്റം ആണെങ്കിലും അതിലെ ഈ പറഞ്ഞ ഭാവങ്ങളും രസങ്ങളും ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ, അവതരിപ്പിക്കാൻ, നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇതൊക്കെ ഉപകരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.